ഇടയ്ക്ക് വന്നടാ. എന്നതാടാ? ദേ ഇവിടെ കുറച്ച് അവാർഡുകൾ കിടക്കുന്നു. അവാർഡോ? ആടാ ദേ വന്ന് നോക്ക്. ശരിയാണല്ലോ. എടാ നീ അതങ്ങ് ഇറങ്ങി എടുത്തേ, എല്ലാം നോക്കാമല്ലോ. അനഘ സോമൻ പ്രസംഗ മത്സരം 1ാം സമ്മാനം. 1ാം സമ്മാനമോ? 1ാം സമ്മാനമൊക്കെ ഇങ്ങനെയാണോ സൂചിച്ച് വെക്കുന്നത്? നീ ബാക്കി കൂടി നോക്കിയേ. കഥാരചന 1ാം സമ്മാനം. കുച്ചിപ്പുടി 1ാം സമ്മാനം. ഇത് കൊണ്ടേ കളഞ്ഞാകാനാ ചാൻസ്. പേരെന്നാ പറഞ്ഞേ? അനഘ സോമൻ. അനഘ സോമൻ. തപ്പി നോക്കാം. ദേ ചിത്രരചനയ്ക്ക് 1ാം സമ്മാനം ഉണ്ടല്ലോ. ആളെ കിട്ടി, നീ അതൊക്കെ എടുത്തു. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരായിരുന്നു? ആ അനഘയല്ലേ? അതെ, ആരും മനസ്സിലായില്ല. പ്രസംഗം, പാട്ട്, ചിത്രരചന, കവിത എല്ലാം ഉണ്ടല്ലോ. ഏയ് ഇതാ കാട്ടി കിടന്ന് കിട്ടിയതാ. ഇതിനൊന്നും നിങ്ങൾക്ക് ഒരു വിലയുമില്ലേ? ആരടി? എന്നാ ഇതാരാ, ഹസ്ബൻഡാണോ? അതെ. എന്നാ ഏട്ടാ, എന്നാ കാര്യം എന്നാ? ദേ ഇതൊക്കെ നിങ്ങളുടെ വൈഫിൻ്റെ അല്ലേ? അതല്ലോ, ഇത് നോക്കി അവിടെ കിട്ടിയതാ. ഇതേ ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് ആ കാട്ടി കിടന്ന് കിട്ടിയതാ. പിന്നെ പേര് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കഴിവുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളല്ലേ ഭായി? നിങ്ങളിത് ഒരു വിലയില്ല കൊണ്ട് വലിച്ചെറിഞ്ഞ് നിങ്ങളൊക്കെ എന്നാ പറയണ്ടേ? ഇതെന്നാ, ഇതെങ്ങനെ കാട്ടിച്ചെന്ന്? ഇതവിടെ കിടക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് വരാൻ തോന്നിയില്ല. അതാ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നത്. അത് കുഴപ്പമില്ല ഭായി, ഇവളെന്നോട് പറഞ്ഞതല്ല ഇവളുടെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുമെന്നാണ് പറഞ്ഞത്. എടി നീക്കറിയാതെ കാര്യം പറ, എന്നാ സംഭവിച്ചത്? എൻ്റെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പം അവിടെ വെക്കാൻ ഇടയില്ലെന്ന് അമ്മയും നാത്തൂനും പറയുന്നത്. എടി എന്നാ നിനക്ക് നിങ്ങളോട് തിരിച്ചു കൊണ്ടുവന്നാ പോരായിരുന്നോ? ഇവിടെയും കട്ടിലിനടിയിലില്ലായിരുന്നു എൻ്റെ സ്ഥാനം. അത് ഇവിടെ നിന്ന് വെക്കാൻ ഇടയില്ലാത്തോണ്ടല്ലേ? നിങ്ങളുടെയും മക്കളുടെയും വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ടല്ലേ എൻ്റെ ചാക്കി കെട്ടിക്കൊണ്ട് കട്ടിലിനടി വെച്ചത്. ഇതിനിവിടെ സ്ഥാനമില്ല, എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല. അതാ കാട്ടിക്കൊണ്ട് കളഞ്ഞത്. എൻ്റെ ഭായി, ഇതൊന്നും അത്ര നിസ്സാരമായ കാര്യങ്ങളല്ല. ഇതൊക്കെ എന്തേലും കഷ്ടപ്പെട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ തന്നെ വേണം ഒരു ഭാഗ്യം. സോറിയടി, നീ ക്ഷമിക്കുക. നമുക്കേ പുതിയൊരു സെൽഫ് പണിയാം. ഇതൊക്കെ അതിനകത്ത് വെക്കാം. എന്നാൽ ശരി, ഞങ്ങളറിയിക്കോട്ടെ.